ചങ്ങായിമാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലെ എമിറേറ്റ്സ് പാലസിൻ്റെ മുന്നിലാട്ടാ. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും ഡിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, ഇതാ സുഭാഷ് ചേട്ടനുണ്ട് കേട്ടോ കൂടെ. നമ്മളിന്ന് അബുദാബിയിലേക്ക് പോകാൻ പോകുന്നത് കേട്ടോ. അബുദാബിയിൽ ബാബ്സ് മന്ദിർ കാണണം. പിന്നെ അവിടെ എന്തെല്ലോ കാണാനിരുന്ന സുമോജ് പറഞ്ഞിട്ടില്ലേ, സുമോജ് അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം അല്ലേ. ഇനി ഇവിടുന്ന് പിന്നെ എവിടുന്ന് ബസ് ഉണ്ടാവുക? റോളൊക്കെ പോകണം കേട്ടോ ബസ്സിന്. അവിടുന്ന് അബുദാബിയിലേക്ക് ബസ് കിട്ടും, നമ്മൾ ബസ്സിന് പോകുന്നു. അപ്പോൾ കാഴ്ചകൾ കണ്ട് കണ്ട് അങ്ങനെ അങ്ങ് പോവാം. ചങ്ങായിമാരെ അങ്ങനെ ബസ് കയറി കേട്ടോ. നല്ല AC ബസ്, അടിപൊളി ബസ്. ഡബിളൊക്കെയുള്ള സീറ്റുകൾ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. നമ്മളെ ബസ് പുറപ്പെട്ടു കേട്ടോ ചങ്ങായിമാരെ. ഷാർജ ജുബൈൽ ബസ് സ്റ്റേഷനിൽ നിന്നും അബുദാബിയിലേക്ക് ഇതേപോലത്തെ ബസ്സാട്ടോ നമ്മൾ. ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ എയർപോർട്ട് പോലെ ഉള്ളു കേട്ടോ. സെറ്റപ്പാണ് ചങ്ങായിമാരെ. നമ്മൾ സുമോജിനെയും കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് സമയം കുറേ കേട്ടോ. നമ്മൾ കുറേ നേരം പോസ്റ്റാക്കി. വരുമെന്ന് നോക്കാലോ നമുക്ക്. വന്നിട്ട് അവനായിട്ട് വർത്താനം വരാം. ഇവൻ വന്നു കേട്ടാ. അത്ര സമയം നമ്മളെ കാത്ത് നിർത്തിപ്പിച്ചാൽ തരാം. ഞായറാഴ്ച ആയിട്ട് ഉറങ്ങി വെച്ചിട്ടല്ലേ. എന്നിട്ട് പിന്നെ ഇവിടുത്തെ ജീവിതം അബുദാബിയിലെ അടിപൊളിയല്ലേ. ഇവിടുത്തെ ഒരു മാള് കണ്ടോ, അൽവാദ മാള്. ചങ്ങായിമാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലെ എമിറേറ്റ്സ് പാലസിൻ്റെ മുന്നിലാട്ടോ. നമ്മൾ മൂന്നാളുണ്ട്. ഇവിടെ അതിമനോഹരമായ പാലസ് കേട്ടോ. പാലസിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് കാണാമല്ലോ. അടിപൊളിയാണ്. പാലസ്
ഞാൻ വെള്ളത്തിൻ്റെ അടുത്ത് പോയി അങ്ങ് നീ എപ്പം ഇവിടെ വന്നിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമാ? നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യല്ലേ? അടിപൊളിയാണ്. ഇതാണ് കയറി പോകുന്ന സ്റ്റെപ്പ് കേട്ടോ. രാത്രി ഇവിടെ വന്ന മനോഹരമാണെന്ന് ഓരോരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ. ഇതിലെല്ലാം ലൈറ്റ് വിടും, ഈ വെള്ളവും അതിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല കേട്ടോ നമ്മൾ. പാലസിൻ്റെ ഉള്ളിൽ കണ്ടോ? ചങ്ങായിമാരെ, ഞാനിന്ന് എത്തിയിരിക്കുന്നത് UAE തലസ്ഥാനമായ അബുദാബിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആഡംബര ഹോട്ടലിലാണ്. ഹോട്ടലിൻ്റെ പേര് എമിറേറ്റ്സ് പാലസ് എന്നാണ്. ഇതിൻ്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണവും ഒരു രാജകൊട്ടാരം പോലെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് പ്രവേശിച്ചാൽ നമുക്ക് അനുഭവപ്പെടുക. ഇതിനകത്ത് മുഴുവൻ ഒരു സ്വർണ്ണവർണ്ണമാണ്. ചില കോണുകളിലും ചില വസ്തുക്കളിലും 22 കാരറ്റ് സ്വർണം പൂശിയതും അതുപോലെ സ്വർണ്ണവർണ്ണമുള്ള വെളിച്ചവും ഇതിൻ്റെ മാറ്റുകൂട്ടുന്നു. എമിറേറ്റ്സ് പാലസ് എന്ന 7 സ്റ്റാർ ഹോട്ടലിൻ്റെ പണി 2001 ആരംഭിച്ചത്. 2005 ഫെബ്രുവരി ആവുമ്പോഴേക്കും അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. ഇതിൻ്റെ നിർമ്മാണ ചിലവ് ഏകദേശം $3 ബില്യൺ, അതായത് 11.2 ബില്യൺ ദിർഹം. ഇത് ഇതുവരെ നിർമ്മിച്ച ഹോട്ടലുകളുടെ ചിലവിൻ്റെ കാര്യത്തിൽ മൂന്നാമത്തേതാണ്. ലാസ് വേഗാസിലെ കോസ്മോപൊളിറ്റൻ ഓഫ് ലാസ് വേഗാസും സിംഗപ്പൂരിലെ മറീന ബേ സാൻസുമാണ് മുന്നിലുള്ളത്. അബുദാബി ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ഹോട്ടലിൻ്റെ വൃത്തിയും ഭംഗിയും ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞതു മുതൽ ഇതുവരെ കാത്തുസൂക്ഷിക്കുന്നതിൽ ഇതിൻ്റെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്നവരും അവിടുത്തെ എല്ലാ തൊഴിലാളികളും വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ഓരോ സ്റ്റാഫുകളുടെയും പെരുമാറ്റവും. പിന്നെ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത ഇതിൻ്റെ താഴത്തെ നില മുഴുവൻ നമുക്ക് സൗജന്യമായി കാണാം എന്നുള്ളതാണ്. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക അതിമനോഹരമായ എമിറേറ്റ്സ് പാലസ് ഹോട്ടലും അതിൻ്റെ അകത്തളവും. കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു നഷ്ടം തന്നെയാണ്. വരാൻ പറ്റുന്ന UAEയിലുള്ളവരും അതുപോലെ വിസിറ്റ് വിസയിലൊക്കെ വരുന്നവരും അബുദാബി ഗ്രാൻഡ് മോസ്ക് ഒക്കെ കാണാൻ വരുന്നവരും അതിന് അടുത്ത് തന്നെയാണ്. ബസ്സിൽ വരാൻ പറ്റുന്നതേ ഉള്ളൂ. വന്ന് കാണാൻ പറ്റുന്നവർ കാണുക. അതുപോലെ തന്നെ ഇവിടെ മനോഹരമായ ഓർണമെൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പൈസയാണ്. $1,00,000 എന്നൊക്കെ എഴുതി വച്ചിട്ട് കണ്ടിരുന്നു. അതേപോലെ ഭംഗിയായി അലങ്കരിച്ച പാലസിൻ്റെ അകം അതൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. കണ്ടാൽ മനസ്സിനും നല്ല കുളിർമയാണ്. അതുപോലെ ഇതിൻ്റെ അകത്തു നിന്നും പുറത്തേക്കുള്ള കാഴ്ചയും അതിമനോഹരമാണ്. ആ കോർണിഷിൻ്റെ വ്യൂവും കാര്യങ്ങളുമൊക്കെ. ചങ്ങായിമാരെ, നമ്മൾ ആദ്യം തന്നെ കയറി വന്ന ആ ഒരു നിലയിൽ തന്നെ കണ്ടു തീർക്കേണ്ടിക്ക് മണിക്കൂറുകൾ വേണം. ചുമരിൽ ചിത്രപ്പണി ഉണ്ടോ? ഡോറാന്ന് തോന്നുന്നു കേട്ടോ. ഡോറാന്ന്. സെറ്റപ്പ് തന്നെയല്ലേ ഇത്. കണ്ടോ? നമ്മൾ ദുബായ് മാളിൽ പോയ പോലെ ആയി അല്ലേ? തീരൂല ഇത്. കാഴ്ചകൾ അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ.
ചങ്ങായിമാരെ എങ്ങനെയുണ്ട് കൊട്ടാരം? ഇതുപോലത്തെ ഒരു കൊട്ടാരത്തിൽ ഒരു ദിവസം ഒന്ന് താമസിക്കണം അല്ലേ? പൊളിയായിരിക്കും. സോയേട്ട എന്നാ മേടിച്ചത് എനിക്ക്? റോളക്സിന്റെ വാച്ച് ഉണ്ടോ? റോളക്സ് ഗ്രാനൈറ്റിലെ കൊത്തുപണികളുണ്ടോ? അടിപൊളിയല്ലേ? കിടു. ഇതൊക്കെ സ്റ്റെപ്പ് ഉണ്ട്. നിങ്ങൾ കിടുക്ക സ്റ്റെപ്പാ. നമ്മൾ മേലെ കയറാന്നല്ല പറഞ്ഞേ, മേലെ കയറാൻ പറ്റില്ല കേട്ടോ. ഫ്രീ ആക്സസിബിൾ താഴെ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ബാക്കിയും കുറേ കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ എന്നാൽ So this is Natural History Museum there. Yeah, it's look like biology. The third one there. Where it's like UK, not in London. Same experience. The same, yeah, we took same experience. Like it's showcased the dinosaurs and Tyrannosaurus and big creatures and animals. Yeah, very rare plants and animals and it will be for the nature. And the last one, Japanese art science, it's open. Team lab. ഓർണമെന്റ്സ് കണ്ട ലക്ഷറി പാലസ്. ചങ്ങായിമാരെ പാലസിന്ന് പുറത്തിറങ്ങി കേട്ടാ. എന്നാ ചൂട് ചങ്ങായിമാരെ. അങ്ങ് കാണുന്നതാണ് പ്രസിഡൻഷ്യൽ പാലസ് കേട്ടാ. ചങ്ങായിമാരെ ഇതാണ് പ്രസിഡൻഷ്യൽ പാലസ് കേട്ടാ. അങ്ങനെയുണ്ട് കാഴ്ച നല്ലല്ലേ? പ്രസിഡൻഷ്യൽ പാലസിൻ്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആയത് കേട്ടോ.